ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൻ കൈയൊക്കെ കഴുകി എല്ലാവർക്കും ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് ദേവി കണ്ണൻ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. നീ ഇത്രയും ദിവസം ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഓരോന്ന് ചെയ്തപ്പോൾ നിന്നോട് പറയണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ ഞാൻ ഇപ്പം നിന്നോട് പറയുകയാണെന്നോ. അന്നത്തിൻ്റെ മുന്നിൽ നിന്ന് അത് നിഷേധിച്ചിട്ട് ഒരിക്കലും ഇറങ്ങി പോകരുതെന്ന് ദേവി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നിഷേധിച്ച് എഴുന്നേറ്റ് പോയാൽ ഒരിക്കൽ ഒരു നേരത്തിൻ്റെ അന്നത്തിന് വേണ്ടി നീ കരയേണ്ടി വരുമെന്നുള്ള കാര്യം ദേവി കണ്ണനോട് പറയുന്നതൊക്കെ കേട്ട് അഞ്ജുവും ശിവനും ഇങ്ങനെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലനും വന്ന് ഇവരുടെ കൂടെ ഇരിക്കുമ്പം ഹരി അപ്പോൾ ഒന്നും വന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ചെന്ന് വിളിക്കാം എന്നും പറഞ്ഞ് ദേവി വിളിക്കാനായിട്ട് പോകുമ്പോൾ വിശപ്പൊക്കെ ഉള്ളവർ വന്ന് കഴിച്ചോളൂ എന്ന് ശിവൻ പറയുക. താലപ്പൊലി എടുത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ വയ്യെന്നായിരുന്നല്ലോ വലിയടുത്ത് എന്നോട് പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശിവൻ അന്നേരം പറഞ്ഞേ. അതൊന്നും അത്ര കാര്യമാക്കണ്ട ശിവ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പെട്ടെന്നുള്ള സങ്കടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി അതിൽ തന്നെ വാശി പിടിച്ച് കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ബാലൻ ഇങ്ങനെ അന്നേരം അവിടെ വെച്ച് ചോദിച്ചു. ഇവരൊരു പുഞ്ചിരിയോടുകൂടിയാണ് നിൽക്കുന്നത് നമ്മുടെ ദേവിയൊക്കെ. താൻ ചെല്ലു ദേവി, എന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് ദേവിയെ പറഞ്ഞു വിടുവാണ് അവിടെ നമ്മുടെ ബാലൻ. അപ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ശിവൻ ഇങ്ങനെ ദേവി അങ്ങ് പോയി കഴിയുമ്പോൾ ചോദിച്ചു. നിൻ്റെ സഹോദരൻ അവിടെ 7 അല്ല 70 വട്ടം ക്ഷമിക്കണം, നിന്റെ സഹോദരനോട് 7 അല്ല 70 വട്ടം ക്ഷമിക്കണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ദേവി വിളിച്ചിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കും, അത്രയേ ഉള്ളൂ കാര്യമെന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയണം. വല്യേട്ടൻ പലപ്പോഴും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ചില വാചകങ്ങളൊക്കെ തട്ടിവിടാറുണ്ടല്ലോ എന്ന് അഞ്ചു അന്നേരം പറഞ്ഞു. ഇതൊക്കെ ബൈബിളിലുള്ളത് തന്നെയാണ് വല്യേട്ട എന്ന് ഇങ്ങനെ അഞ്ചു ചോദിച്ചു. ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ആൻ്റണി മാഷ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു വചനങ്ങളാ മോളെ എന്ന് പറഞ്ഞു. ഈ വാചകങ്ങളും വചനങ്ങളൊക്കെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ഓർമ്മ വെച്ച കാലം മുതലേ വല്യേട്ടൻ്റെ ഉപദേശം കേൾക്കേണ്ടി വന്നത് എന്ന് കണ്ണൻ അന്നേരം അവിടെ ഇരുന്ന് പറയുക. ഇവൻ അവകാശപ്പെട്ടതും അതിൽ കൂടുതലും കിട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്ന് വല്യേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ ഇവൻ്റെ മസിലുപിടുത്തമൊക്കെ അയഞ്ഞു തുടങ്ങിയല്ലോ വല്യേട്ടാന്ന് പറഞ്ഞു ശിവൻ. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ബാലനും അഞ്ചും ഒക്കെ അടുത്തിരുന്ന് ചിരിക്കുക. കണ്ണൻ അന്നേരം ചമ്മി തലയൊക്കെ കൊനിച്ചു പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ദേവി വരുന്നതും വെയിറ്റ് ചെയ്ത് ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പുവിനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോൾ മനസ്സിലുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരുമെന്നും പറഞ്ഞ് അപ്പു ദേവിയോട് സംസാരിക്കുന്നു. തൊട്ടരികിൽ ഹരിയുണ്ട്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി വാ മൂടി കെട്ടിയിരിക്കാനൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലെന്നൊക്കെ അപ്പു പറയുവാണ്. ഇതൊക്കെ കൊച്ചും കേൾക്കുന്നുണ്ട് അടുത്തുനിന്ന്. അന്നേരം അപ്പു, വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയേണ്ട കാര്യം എന്താ? നിനക്ക് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു ഹരി. മമ്മിക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട, നമുക്ക് പോവണ്ടാടി എന്ന് പറഞ്ഞ് ദേവൂട്ടി അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ദേവൂട്ടി എന്നും പറഞ്ഞ് വിളിച്ചു അപ്പു. നീ വെറുതെ ഇതിൻ്റെ പേരിൽ ദേവൂട്ടി ശാസിക്കേണ്ട അപ്പു. അത്താഴം കഴിക്കാൻ വന്നപ്പോൾ നിങ്ങളെ മാത്രം കാണാത്തത് കൊണ്ട് ബാലേട്ടൻ വിളിക്കാൻ പറഞ്ഞു, അതാ ഞാൻ വന്ന് വിളിച്ചതെന്നുള്ള കാര്യം ദേവി പറയാം. അത് ശരി, ബാലേട്ടൻ്റെ താല്പര്യം കൊണ്ട് വിളിക്കാൻ വന്നതാണല്ലേ എന്ന് അപ്പു അന്നേരം ചോദിക്കുക. എന്ത് തൊട്ടാലും കുറ്റം അപ്പുവിന്. അല്ലാതെ ഞങ്ങൾ അത്താഴം കഴിക്കാൻ വരണമെന്ന് ദേവയുടത്തേക്ക് താല്പര്യം തോന്നിയിട്ട് വന്നതല്ല എന്നർത്ഥം. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം നിനക്ക് തോന്നിയോ അപ്പു എന്ന് ദേവി ചോദിച്ചു. എങ്കിൽ സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും ദേവി അപ്പുവിനോട് പറയുക. അപ്പോഴേക്കും നമ്മുടെ ബാലനും അങ്ങോട്ടേക്ക് വന്നേ. ബാലനും കൂടെ വന്നു കഴിഞ്ഞപ്പം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമല്ലേ. ഇവരുടെ അരികിലേക്ക് കയറി വന്നു. ബാലൻ ഇവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുക. അപ്പോൾ എന്താ അപ്പു, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മറ്റോ പറഞ്ഞു അപ്പു. നീ ദേവിനെ ഇതുവരെ ഇങ്ങനെ കാണാത്തത് കൊണ്ട് ചോദിച്ചതാട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിനക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപ്പുവിനോട് ബാലനും പറഞ്ഞു. പ്രത്യേകിച്ച് അപ്പുവിനോടാണ് ഞാനിത് പറയുന്നതെന്ന് എടുത്തു പറഞ്ഞു. എന്നിട്ട് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. അത് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂവെന്നും പറഞ്ഞു ബാലൻ. നിങ്ങളിവിടെ ഉണ്ടായിട്ട് ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ വരാത്തതിൽ ഒരു വിഷമം തോന്നി, അതുകൊണ്ടാണ് വിളിക്കാൻ വന്നത്. അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ദേവൂട്ടിയും കൂട്ടി നിങ്ങൾ രണ്ടുപേരും അത്താഴം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ വിളിക്കുമ്പം വരാൻ ബാലേട്ടാന്ന് ഹരി പറഞ്ഞു. ബാ ദേവി എന്ന് പറഞ്ഞ് ദേവിയെ വിളിച്ചുകൊണ്ട് ബാലൻ അങ്ങ് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഹരി അന്നേരം അപ്പുവിനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അന്നേരം മുഖമൊക്കെ വിഷമിച്ച ഒരു അഭിനയത്തോടു കൂടി ഹരിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത്രത്തോളം അധംപതിച്ച രീതിയിൽ അവർ വന്നിങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഹരിക്ക്. ഹരി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പം നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളാൻ ഡൈനിങ് ടേബിളിൽ ചെന്ന് ദേവി പറഞ്ഞു അവരോടെല്ലാവരോടും. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് അവരിരുന്ന് കഴിക്കാൻ തുടങ്ങണു. അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കഴിച്ച് പകുതിയായി. അപ്പോഴേക്കും അപ്പവും ഹരിയും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വന്ന് അപ്പു ഇങ്ങനെ ഒരു
കള്ളച്ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പു ഹരിക്ക് വിളമ്പി കൊടുക്കുന്നു, കൊച്ചിന് വിളമ്പി കൊടുക്കുന്നു. ഈ സമയത്ത് ദേവി ചോദിച്ചു, ദേവി മോൾക്ക് ഞാൻ ഭക്ഷണം ഒന്ന് കൊടുത്തോട്ടെ അപ്പു എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അപ്പുവിൻ്റെ മുഖം അങ്ങ് വാടി. അപ്പുവിൻ്റെ മുഖം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങ് ഇതായി. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പേടിച്ച് പേടിച്ച് നോക്കുക. അപ്പോഴേക്കും കൊടുത്തോ ദേവേടത്തി എന്ന് അപ്പു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലനൊന്ന് ചെറിയൊരു ആശ്വാസം. അങ്ങനെ അവരുടെ എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടും അപ്പോഴേക്കും. എന്നിട്ട് പിന്നെ ദേവൂട്ടിക്ക് ഇങ്ങനെ ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പു ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ബാലൻ്റെയും ദേവിയുടെയും നടുവിലിരുന്ന് കുഞ്ഞ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൽ ഒത്തിരി ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ച് മനസ്സിലെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് തീർത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. കണ്ണാ എടാ എന്തെങ്കിലുമൊക്കെ നീയും പറയടാന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് പറയാനാണെന്ന് ചോദിച്ചു ബാലനോട് കണ്ണൻ. അപ്പോഴേക്കും ബാലൻ ഒന്ന് ചിരിച്ചു. പിന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും പറയാനും പേടിയാണെന്ന് നമ്മുടെ കണ്ണൻ പറയുക. അപ്പം ശിവേട്ടൻ പറഞ്ഞതുപോലെ നീ ആദ്യം നിന്റെ മസിൽ പിടുത്തൊന്ന് അയച്ചിട്ടിട്ട് സംസാരിക്കാൻ കണ്ണനോട് അഞ്ചു പറഞ്ഞു. അപ്പം തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു ആശ്വാസമാകുമെന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാലനും ഹരിയും ഒക്കെ ചിരിക്കുക. അല്ലെങ്കിലും ഈ മസിൽ പിടുത്തം കീരിക്കാടും വേഷമൊന്നും നിനക്ക് ചേരില്ലടാ കണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയും പറഞ്ഞു. ഇതൊന്ന് മാറ്റിയാൽ തന്നെ നിന്റെ പേടിയൊക്കെ താനെ മാറിക്കോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ കണ്ണനെടുത്തിട്ട് വാരിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ണൻ കൊച്ചനെ ഞാനൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പറയട്ടെ എന്ന് ദേവൂട്ടി പറയുമ്പം പറയാൻ പറഞ്ഞു അവർ, അതായത് കണ്ണൻ. പെട്ടെന്ന് അഞ്ചും പറഞ്ഞു പറ ദേവൂട്ടിന്ന്. കണ്ടം പൂച്ച എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു പേരും പറഞ്ഞു. അപ്പോഴേക്കും കണ്ണൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നു. എല്ലാവരും ഇങ്ങനെ പൊട്ടി ചിരിക്കുന്നു. അങ്ങനെ ഇത്രയും ദിവസത്തെ ആ ഒരു വിഷമങ്ങളെല്ലാം ആ തീന്മേശയിൽ ഈ ഒരു രാത്രി അങ്ങനെ അങ്ങ് അലിഞ്ഞിറങ്ങി പോവുകയാണ്. പക്ഷെ ബാലൻ്റെയും ദേവിയുടെയും ഉള്ളിൽ എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ആ കുഞ്ഞിന് പോലും അറിയില്ലല്ലോ. അങ്ങനെ ബാലനും ദേവിയും ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചൊരു രാത്രിയായിരുന്നു അത്. അങ്ങനെ ചിരിയും കളിയും തമാശകളുമായിട്ട് എല്ലാവരും ഇരുന്ന് പാട്ടുമൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ആ ഒരു സന്തോഷം അങ്ങനെ നിറഞ്ഞാടുകയാണ് നമ്മുടെ തറവാട്ടിൽ. അങ്ങനെ ആ ഒരു രാത്രി എല്ലാവരും ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവരവരുടെ റൂമുകളിലേക്ക് പോയി കിടന്നു. ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ചു നേരെ അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുക്കളയിൽ ആരെയും കണ്ടില്ല. ദേവേച്ചി എന്ന് പറഞ്ഞു വിളിച്ചു. ദേവേച്ചിനെ എഴുന്നേറ്റ് കാണില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അഞ്ചു ചായ ഉണ്ടാക്കുന്നു. അഞ്ചു ചായ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴും ദേവി വരുന്നില്ല. പെട്ടെന്ന് അപ്പു അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അഞ്ചുവാണ് അടുക്കളയിൽ നിൽക്കുന്നത് കാണുന്നത്. ചിരിയും ചിരിച്ചു വന്നിട്ട് ദേവേടത്തി എന്തി അഞ്ചു എന്ന് ചോദിച്ചു. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയില്ലേന്ന്. ഞാൻ പോയി നോക്കി, പൂജാമുറിയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നതേ ഇന്നലെ രാത്രി എല്ലാവരും കൂടി പഴയതുപോലെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ കാലത്തെ ദേവേച്ചി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവുമെന്നാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വരുമ്പോഴേക്കും ചായ അങ്ങിട്ടേക്കാന്ന് വിചാരിച്ചു എന്ന് അഞ്ചു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ദേവൂട്ടിക്ക് അത്താഴം കൊടുത്തോട്ടെ എന്ന് ദേവേടത്തി എന്നോട് അനുവാദം ചോദിച്ചപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നിയെന്ന് പറഞ്ഞു അപ്പു. എന്തായാലും നീ അതിന് അനുവദിച്ചത് നന്നായി അപ്പു എന്ന് പറഞ്ഞു അഞ്ചു. ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് സങ്കടമായേനേന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കുടുംബത്തിൽ ആർക്കും സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നെന്നും മനസ്സിൽ എന്തോ ഒരു വിങ്ങലായിരുന്നു എന്നും അപ്പു പറയുക. എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വലിയ ആൾ കളിക്കുന്നു. ദേവേച്ചി അമ്പലത്തിൽ വരുമ്പോഴേ നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും അതുപോലെ ദേവേച്ചിയുടെ അടുത്ത് ദേവൂട്ടി വരുന്നത് തടയാൻ അതൊന്നും നീ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പം നീ എന്താ അപ്പോൾ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു അഞ്ചു. നീ കരുതുന്നത് പോലെ ദേവേച്ചി അമ്മയെന്ന് വിളിച്ച് പിന്നാലെ നടക്കുകയും എല്ലാത്തിനും അമ്മ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നതേ അവളുടെ കുട്ടിത്തം കൊണ്ടാണെന്നുള്ള കാര്യം അഞ്ചു പറഞ്ഞു. കുറച്ചുകൂടി വളർന്നാൽ പിന്നെ അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ നോക്കാൻ തുടങ്ങില്ലേ എന്ന് ചോദിച്ചു. അതിന് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ വാശി പിടിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ ചിലപ്പോൾ ദേവേച്ചി അവളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് പോലും ദേവൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരുമെന്നും പറഞ്ഞു. ചെറുതായിരുന്നപ്പോൾ ദേവേച്ചിയുടെ സാരിത്തുമ്പിൽ നിന്ന് മാറാതെ തൂങ്ങിപ്പിടിച്ച് നടന്നിരുന്നു എന്ന് പറയുന്ന കണ്ണൻ ഇപ്പോൾ ദേവേച്ചിയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ അപ്പു. നിനക്ക് അത് ഓർക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു. നീ അതൊക്കെ അറിഞ്ഞു വേണം ഇനിയും നിൽക്കാൻ. അപ്പോൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ നീ എന്താ അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞത് ശരിയാ അഞ്ചു. ചെറുപ്പത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മമ്മി തന്നെ ചെയ്തു തരണമെന്ന് ഞാൻ ഒരുപാട് വാശി പിടിക്കുമായിരുന്നെന്നും മമ്മി അമ്മുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അവളെ താലോലിക്കുന്നതൊന്നും എനിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നേക്കാളും അമ്മുവിൻ്റെ കാര്യത്തിലാണ് മമ്മി ശ്രദ്ധിക്കുന്നതെന്നും പറഞ്ഞ് വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അമ്മുവിൻ്റെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. പക്ഷെ വലുതായപ്പോൾ അമ്മുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിയിരുന്നതെന്നുള്ള കാര്യം പറയുക അപ്പു. അവൾക്കാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇത്ര ഉള്ളൂ കാര്യം. ഇതൊക്കെ നീ കുറച്ചുകൂടി നേരത്തെ ആലോചിച്ചിരുന്നെങ്കിലേ ദേവേച്ചി ദേവൂട്ടിയോട് സ്വന്തം അമ്മയെപ്പോലെ പെരുമാറുന്നതിൽ ഒരു ഈഗോയും നിനക്ക് തോന്നില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു.
ദേവയെടുത്തി ക്ഷേത്രത്തിൽ നിന്ന് വരട്ടെ, ഞാൻ ദേവയെടുത്ത് സംസാരിക്കാം. നീ പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ച് ഈ പെണ്ണുക്കൊക്കെ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കും പോലെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്തതിന് ഞാൻ സോറി പറയുകയും ചെയ്തോളാമെന്നുള്ള കാര്യവും അപ്പോൾ പറയാം. അപ്പോൾ ദേവേച്ചിയോട് മാത്രമല്ല വലിയണ്ണോട് നീ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞോളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അഞ്ജു എന്നും പറഞ്ഞു അപ്പു. നീ മാപ്പ് പറഞ്ഞാൽ തന്നെ ഈ കുടുംബത്തിൻ്റെ പാതി മനസ്സമാധാനം തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജു ഇങ്ങനെ അപ്പുവിനോട് പറഞ്ഞു. അപ്പോൾ ഇനി ഞാനത് പറഞ്ഞോളാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അഞ്ജു ദേ ചായ കൊടുത്ത് അപ്പുവിനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇതേ സമയത്ത് നമ്മുടെ ശിവൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരിക. അപ്പോൾ ഉമ്മറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇതെന്താ വല്യേട്ടൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ചിന്തിക്കുന്നുണ്ട്. ശിവൻ എന്നിട്ട് അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അഞ്ജു ശിവനുള്ള ചായയായിട്ട് ഉമ്മറത്തേക്ക് വന്നു. ദേ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താ അഞ്ജു വലിയേടത്തി ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു. സാധാരണ വലിയേടത്തി പത്രം എടുത്ത് അകത്ത് ടീപ്പോയിൽ കൊണ്ടുപോയി വെക്കുന്നതാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. രണ്ടുപേരും അത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ തൊഴാൻ പോയെന്നാണ് തോന്നണേന്ന് അഞ്ജു അന്നേരം പറഞ്ഞു. പാൽക്കാരൻ മണി വന്നപ്പോൾ ഇന്ന് പാല് വാങ്ങിയത് ഞാനാണെന്നും പറഞ്ഞു. ഇന്ന് മണിയോട് പാല് വാങ്ങിച്ചത് നീയാണെന്നോ? അതെ ശിവേട്ട, പാല് വാങ്ങിച്ചു വെച്ചും ചായ വെച്ചതും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു അഞ്ജു. അപ്പോഴേക്കും ശിവൻ ആകെ ടെൻഷനായി. ശിവൻ എന്നാലും പാൽക്കാരൻ മണി വരുന്നതിനേക്കാളും മുന്നേ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ശിവൻ ചിന്തിക്കുക. ശിവേട്ടൻ എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്നതെന്ന് അഞ്ജു അന്നേരം ചോദിച്ചു. പെട്ടെന്ന് തന്നെ നമ്മുടെ ശിവൻ എഴുന്നേറ്റ് ചായ അഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് റൂമിലേക്ക് ചെന്നു അവിടെയൊക്കെ നോക്കുക. പക്ഷെ അവിടെയൊന്നും അവരെ കണ്ടില്ല. അവരൊന്നും കാണാതെ ഇതിലൊക്കെ നോക്കി. പെട്ടെന്നാണ് ആ മേശപ്പുറത്തിരിക്കുന്ന എഴുത്ത് ശ്രദ്ധിച്ചത്. വേഗം തന്നെ നമ്മുടെ ശിവനായി എഴുത്തെടുത്ത് വായിച്ചപ്പോഴേക്കും കണ്ണൊക്കെ നിറയുക. എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എന്നും ഈ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞുള്ള കത്ത് തുടക്കം. ഒരു വിങ്ങലായി, ഒരു നൊമ്പരമായി. ഇനി അപ്പോൾ എന്നും ആത്മാവിൽ ദേവൂട്ടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ എഴുതാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. ബാലകൃഷ്ണനും ശ്രീദേവിയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ്റെ കത്ത് അത് വായിച്ചത് നമ്മുടെ ശിവൻ അവിടെ തളർന്നിരുന്നു പോയിട്ടോ. അപ്പോഴാണ് അഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അഞ്ജു ചെന്ന് കഴിഞ്ഞപ്പം ഈ കഥ അഞ്ജുവും വായിച്ചു. ഇത് വായിച്ച് അഞ്ജുവും ആകെ തകർന്നു പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ. അപ്പം ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ശിവൻ അന്നേരം പറയുക. കാലത്ത് പാൽക്കാരൻ മണി വരുന്നതിന് മുൻപ് വല്യേട്ടനും വല്യേടത്തിയും പോയി എന്ന് നീ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് ഇന്നലെ മണിയോട് ഇന്ന് മുതൽ പതിവായി തരാറുള്ള പാലിനേക്കാൾ അളവ് കുറച്ചു മതിയെന്ന് വല്യേടത്തി പറഞ്ഞ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തിട്ടാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും അങ്ങനെ ബാലേട്ടൻ കടയിൽ വന്നതും എല്ലാം ഇതിനുള്ളൊരു തുടക്കമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുവാണ് നമ്മുടെ ശിവൻ. അപ്പോൾ നീ കത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, നീ വേഗം തന്നെ എൻ്റെ ഫോണിങ് എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നോക്കുന്നു. അങ്ങനെ ദേവിയുടെയും ബാലൻ്റെയും ഫോട്ടോയിൽ നോക്കി നമ്മുടെ ശിവൻ ഇങ്ങനെ തകർന്നിരിക്കുക. ഭഗവാനെ, ഞങ്ങളുടെ വല്യേട്ടനും വല്യേടത്തിക്കും ഒരാപത്തും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനോടിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്തായാലും അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് പോയി എന്നുള്ള ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവർ വേഗം തന്നെ ഫോണൊക്കെ എടുത്ത് പല രീതിക്കും പല വഴിക്കും വിളിച്ച് അന്വേഷിക്കാനൊക്കെയുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങൾ കാണിച്ചാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.